എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ജാസിക്ക് പോസിറ്റീവ് കമൻറ്റ് കിട്ടുന്നത്. പാവൻ ജാസി എന്ന് പറഞ്ഞിട്ട് കുറേ പ്രേക്ഷകർ കമൻ്റ് ഇടുകയാണ്. ജാസി കരഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ പറയുകയാണ്. ആ ഒരു വീഡിയോ ദൃശ്യം ഞാൻ വെച്ച് തരാം. നിങ്ങളുടെ അഭിപ്രായം എന്ത്? നിങ്ങൾ ഓരോരുത്തരും കമൻറ്റ് ചെയ്യണം. ആ ഒരു വീഡിയോ ദൃശ്യം നിങ്ങൾ കാണണം. അതിനുശേഷം മറ്റൊരു വീഡിയോ ദൃശ്യം കൂടിയുണ്ട്. ജാസിക്ക് ഒരിക്കലും KSRTC ബസ്സിൽ, അതായത് ഫ്രീ സൗജന്യമായിട്ട് പോകാൻ പറ്റത്തില്ല. അതിൻ്റെ കാരണം കൂടി ഞാൻ പറഞ്ഞുതരാം. ക്ലിയറായി കൃത്യമായിട്ടുള്ള തെളിവുണ്ട്. ഓക്കെ, പിന്നീട് ജാസിക്കെതിരെ കേസാവാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഒരു പിഞ്ചോമന കുട്ടിയെ ഇങ്ങനെ എടുത്തിട്ട് ജാസി പറയുകയാണ്, നീ ഭാവിയിൽ ജാസി ആവണം, അതായത് എന്നെ പോലെ നീയാവണമെന്ന് ചെറിയ പിഞ്ചോമന പൈതലിനോട് ജാസി പറയുകയാണ്. ഇവൾക്കാരാണ് ഇങ്ങനെ പറയാൻ അധികാരം കൊടുത്തത്? അപ്പോൾ ആദ്യം ജാസി കരഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ അതൊന്ന് കേൾക്കണം. ഓക്കെ, ഒരു മകൻ ജനിച്ചു കഴിഞ്ഞാല് എന്നെ പോലെ ആവാതിരിക്കട്ടെ. അല്ല ഒരു കുട്ടി ജനിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവുള്ളൂ. അങ്ങനെ ജനിക്കാതിരിക്കട്ടെ. ഞാൻ ഇതുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവരുടെ വീട്ടിലൊക്കെ അങ്ങനെ ആളുണ്ടാകുമ്പോൾ അവർക്ക് മനസ്സിലാവുള്ളൂ. പക്ഷെ അതെന്റെ മനസ്സ് വിഷമിച്ചിട്ട് ഞാൻ പറഞ്ഞതാണ്. പക്ഷെ ഞാനിപ്പോ വിചാരിക്കുന്ന അങ്ങനെ ആവാതിരിക്കട്ടെ. അത് അത്രത്തോളം വിഷമകരമായ ലൈഫാണ്. അങ്ങനെ ഫാമിലി, നമ്മുടെ സഹോദരങ്ങൾ, അവരെല്ലാവരും ആ ഒരു ഞാനിപ്പോ ഇങ്ങനെ ആയതുകൊണ്ട് അഫ്കോഴ്സ് എന്റെ ഫാമിലിക്ക് വിഷമം ഉണ്ടായിട്ടുണ്ട്, ഉപ്പാക്ക് വിഷമം ഉണ്ടായിട്ടുണ്ട്, എന്റെ സഹോദരങ്ങൾക്ക് വിഷമം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരാള് വീട്ടിൽ ജനിക്കുമ്പോൾ അത് എത്രത്തോളം വിഷമം ഉണ്ടാക്കുന്നുണ്ടല്ലോ എല്ലാവർക്കും അറിയാം. അപ്പൊ അങ്ങനെ ജനിക്കാണ്ടിരിക്കട്ടെ എല്ലാവർക്കും. എന്ന് വെച്ച് ഇപ്പൊ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ഇപ്പൊ ഞാൻ എന്റെ കാര്യം പറഞ്ഞ ഈ ലൈഫ് മോശം എന്നല്ല പറഞ്ഞത്. ഈ ലൈഫ് നല്ലതാണ്, പക്ഷെ ഒരുപാട് സ്ട്രഗിൾ ആണ് ഞങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത്. ആൾക്കാർ മനസ്സിലാക്കാൻ ദയവേത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണ്ട, പക്ഷെ ഉപദ്രവിക്കരുത്. എനിക്ക് അത്ര പറയാനുള്ളൂ. മറ്റൊരു വീഡിയോ ദൃശ്യമുണ്ട്. ജാസിക്കെതിരെ ഉറപ്പായിട്ടും കേസാവും. ചെറിയൊരു പിഞ്ചോമന പൈതളിനെ കയ്യിൽ പിടിച്ചിട്ട് ചില വൃത്തികേട് പറയുന്നുണ്ട്. അത് വെച്ച് തരാം. അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ്. ഈ വീഡിയോസിന് താഴെ, ആദ്യം പ്ലേ ചെയ്ത വീഡിയോസിന് താഴെ കമന്റ് വരുന്നത്, പാവൻ ജാസി, അവിടെ ദൈവമല്ലേ അങ്ങനെ ആക്കിയത്, എന്തിനാണ് നിങ്ങൾ കളിയാക്കുന്നത് എന്നാണ് ചിലർ കമന്റ് ഇടുന്നത്. അവരോടൊരു കാര്യം പറയുകയാണ്, ഈ വൃത്തികെട്ട ജന്തുവായിട്ടുള്ള ജസീൽ എന്ന ഈ ചെറുപ്പക്കാരൻ, ഇവൻ നല്ലൊരു ആണായിരുന്നു, പച്ചയായിട്ടുള്ള ആണായിരുന്നു. ഗൾഫ് രാജ്യത്ത് പോയി പണിയെടുത്ത ഒരാളാണ്. ഒരു വിവാഹം കഴിച്ചവറ്റ് നല്ല രീതിക്ക് ജീവിച്ചു പോകുന്ന ഒരു വൃത്തികെട്ടവനായിരുന്നു ഈ പറയുന്ന ജാസി. ഇവൻ തന്നെയാണ് ഇവന്റെ ലൈഫ് ഇല്ലാതാക്കിയത്. നിങ്ങൾ ആ ഒരു കാര്യം മനസ്സിലാക്കണം. നോക്കൂ, നിങ്ങൾ ഒരു ഉമ്മ, അതായത് ആഷിഖ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ ഉമ്മ ഇന്നും കരയുകയാണ്. സ്വന്തം മോന് ഇങ്ങനെയുള്ള ആണുമല്ല പെണ്ണുമല്ലാത്ത ഒരുത്തൻ്റെ കൂടെയാണല്ലോ എൻ്റെ മോന് എന്ന് പറഞ്ഞിട്ട് ആ ഉമ്മ, ആഷിഖിൻ്റെ ഉമ്മ പൊട്ടിക്കരയുകയാണ്. മക്കളെ, നിങ്ങൾ ആ ഒരു ദൃശ്യം കൂടി കാണണം. ആ ഉമ്മയുടെ ഒരു വേദനയും കൂടി നിങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ ഓർക്കണം. എന്തിനു നല്ല ഈ ആഷിഖ് എന്ന വൃത്തികെട്ടവൻ ഇവൻ്റെ കൂടെ പോകുന്നു? പണിയെടുക്കണ്ട, അധ്വാനിക്കണ്ട, നല്ല രീതിക്ക് കഷ്ടപ്പെടണ്ട. ഇവളുടെ കൂടെ ഇവളെന്നല്ല, സോറി, ഇവൻ്റെ കൂടെ, ജസീൽ എന്ന ഈ ചെറുപ്പക്കാരൻ്റെ കൂടെ എങ്ങോട്ട് വേണമെങ്കിലും പോകാം, ഒരു പ്രശ്നവുമില്ല. പോയി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പൈസ കിട്ടുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഈ വൃത്തികെട്ടവൻ ഇവളെ വിടാത്തത്. ഓക്കെ, ഇവൾക്ക് ഉറപ്പായിട്ടും KSRTC ബസ്സിൽ ടിക്കറ്റ് ഇവൾക്ക് സൗജന്യമായി പോകാൻ പറ്റത്തില്ല. കാരണം ഇപ്പം ഞാൻ പോകുന്നുണ്ടെങ്കിലും നിങ്ങൾ പോകുന്നുണ്ടെങ്കിലും, പൊന്നു മനുഷ്യന്മാരെ, സ്ത്രീകൾ പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഐഡൻറ്റിറ്റി കാർഡ് ചോദിക്കും. ഇപ്പം ഞാനൊരു പർദ്ദ ഇട്ടിട്ട് ഞാനൊരു പെണ്ണെന്ന് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ ഐഡൻറ്റിറ്റി കാർഡോ ആധാർ കാർഡോ ചോദിക്കും. ഗവൺമെൻറ് ഫ്രീ ടിക്കറ്റ് അല്ലേ? അപ്പം ഞാൻ പർദ്ദ ഇട്ട് പോയിട്ട് ഞാൻ കാണിക്കുമ്പോൾ എൻ്റെ പേര് അൽത്താഫ്, ഞാനൊരു പുരുഷനെന്ന് ആധാർ കാർഡിൽ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ടിക്കറ്റ് നിർബന്ധമായിട്ടും എടുക്കും. എന്നെ പോലീസ് സ്റ്റേഷനിലടക്കം കൊണ്ടുപോകും. ജാസിയുടെ ഐഡൻറ്റിറ്റി കാർഡിൽ എന്ത്? നിങ്ങളതൊന്ന് ഈ ഒരു വീഡിയോ ഒന്ന് കാണണം. ഓക്കെ, ഉമ്മ പറഞ്ഞ എനിക്ക് 36 വയസ്സായതാണ്. എനിക്ക് 36, എനിക്ക് 31 വയസ്സാണ്. ഞാൻ 1995 ജനിച്ചതാണ്. എന്റെ കൂടെ പഠിച്ച കുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അവർക്ക് മനസ്സിലാവും ഞാൻ എത്ര വയസ്സിൽ ജനിച്ചാണ്. ഒരു മിനിറ്റ്, എൻ്റെ ID കാർഡ് എടുത്താൽ പറ്റില്ല. ഇത് എന്റെ ലൈസൻസിന്റെ ഇതാണ് കേട്ടോ. എന്റെ ലൈസൻസ് ആണ്. ഇതിലിതാ കാണുന്നുണ്ടോ? 19/1/1993. ഓക്കെ, നിങ്ങൾ കണ്ടല്ലോ. ഒരു കാര്യം ഞാൻ പറയാം. അതിലുള്ളത് ആണിൻ്റെ ഫോട്ടോയാണ്. ഇത് എങ്ങനെയാണ് ശരിയാവുന്നത്? KSRTC കണ്ടക്ടർ ഐഡൻറ്റിറ്റി കാർഡ് ചോദിക്കുമ്പോൾ ഇത് കാണിച്ചു കൊടുത്താൽ എങ്ങനെയാണ് മനുഷ്യന്മാർ ശരിയാവുന്നത്? ഇവൾ ജാസിയാണ്, കുണ്ടനാണെന്ന് എനിക്കറിയും, നിങ്ങൾക്കറിയും. KSRTCയിലെ പാവപ്പെട്ട കണ്ടക്ടർമാർക്ക് അറിയോ?
ഇപ്പോൾ കാസർഗോഡിന് ഒരു കാര്യം പറയാം. കാസർഗോഡ് മുതൽ മംഗലാപുരം വരെയാണ്. അപ്പോൾ അതായത് കന്നഡ സംസാരിക്കുന്ന കണ്ടക്ടറാണ് കൂടുതലായി വരുന്നത്. അവർക്ക് ഇങ്ങനെയുള്ള ഒരു സാധനം ഉള്ളത് തന്നെ അറിയത്തില്ല. സത്യസന്ധമായിട്ട് പറയുകയാണ്, ജാസിയോട് പറയുകയാണ്, KSRTC നീ കയറണ്ട, ഉറപ്പായിട്ടും ടിക്കറ്റ് എടുക്കും. ഓക്കെ ജാസിക്ക് 8ന്റെ പണി വരാൻ പോകുകയാണ്. നിങ്ങൾ അതായത് ഒരു പിഞ്ചോമിനെ കുട്ടിയെ പിടിച്ചിട്ട് എന്ത് വൃത്തികേടാണ് ഈ ജാസി പറയുന്നത്, നിങ്ങളതൊന്ന് കാണണം. ഓക്കെ, വലുതായ ആരാവണം? ജാസ്തി ആവണോ? എന്റെ പൊന്നോ മോളെ, നീ കുറെ സഹിക്കും. ഇക്കാന്റെ പേരറിയോ? എന്താണ് കാക്കന്റെ പേര്? പറയേ. ആശി എന്നറിയോ? ആശി. ആളാണിത്. എടാ ജസീൽ, നിന്റെ കളി എന്താണ്? പിഞ്ചോമന കുട്ടികളോടാണോ നീ ഇങ്ങനെ ചോദ്യം? നാണവും മാനവും ഉണ്ടോ നിനക്ക്? നിന്നെപ്പോലെ ഒരാളും ഈ ലോകത്താവരുത് എന്നാണ് ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നത്. പൊന്നു മനുഷ്യന്മാരെ, ഒരു കാര്യം പറയാം. നമ്മുടെ ഈ ഒരു ഒറ്റ സെക്കൻഡ്, നമ്മുടെ ഈ രാജ്യത്ത് അല്ലെങ്കിൽ ഈ ലോകത്ത് ആണല്ല പെണ്ണല്ല അങ്ങനെയായിട്ടൊക്കെ ജനിക്കലുണ്ട്, 9 ആയിട്ട് ജനിക്കലുണ്ട്. അല്ലെങ്കിൽ ഒരു കൈയില്ല, ചെവിയില്ല, സംസാരിക്കാൻ പറ്റത്തില്ല, കണ്ണ് കാണുന്നില്ല. എന്ത് പറയാനാണ്? ദൈവമാണ് അങ്ങനെ സൃഷ്ടിക്കുന്നത്. അവരെ കാണുമ്പോൾ ഞാനും നിങ്ങളും റെസ്പെക്റ്റ് കൊടുക്കണം. നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ പൈസ കൊടുക്കണം, ഭക്ഷണം മേടിച്ച് കൊടുക്കണം. നമുക്ക് എന്തൊക്കെ പറ്റുന്നുണ്ട് ആ ഹെൽപ്പൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം. എന്നാൽ ഒരു പച്ചയായിട്ട് പെണ്ണായി ജനിച്ചു അല്ലെങ്കിൽ ഒരു ആണായി ജനിച്ചു, അതിനുശേഷം ഒരു 20-30 വർഷം കഴിഞ്ഞതിന് ശേഷം പൈസ ആക്കാൻ വേണ്ടിയിട്ട് പെണ്ണാവുന്നു ആണായി ജനിച്ചാൽ, അല്ലെങ്കിൽ പെണ്ണായി ജനിച്ചിട്ട് ആണാവുന്നു. ഇങ്ങനെയുള്ളവർ എന്ത് ചെയ്യണം? ആട്ടി ഓടിക്കണ്ടേ? നിങ്ങൾ തന്നെ പറയണം, ആട്ടി ഓടിക്കണ്ടേ? ഇവിടെ ഇതേ ജസീറിന്റെ കേസ് കുറെ പേര് പറയുന്നത് എന്തിനാണ് അവളെ ദൈവമല്ലേ അങ്ങനെ ആക്കിയത്? ദൈവമല്ല, ഈ വൃത്തികെട്ടവൻ തന്നെയാണ് അങ്ങനെ ആക്കിയത്. ഇവന് വേണം സത്യസന്ധമായിട്ട് ഇവന് ജീവിച്ചൂടെ? അതായത് നല്ല രീതിക്ക് പച്ചയായിട്ടുള്ള ഒരു ആൺകുട്ടിയായിരുന്നു ഈ പറഞ്ഞ ജസീല്. പൈസക്ക് വേണ്ടിയിട്ടും ഫെയിമിന് വേണ്ടിയിട്ടും പണിയെടുക്കുന്ന കഷ്ടപ്പാട് കണ്ടിട്ടാണ് ഈ വൃത്തികെട്ടവൻ പെണ്ണാവാൻ പോയത്. ഇപ്പൊ ഇഷ്ടം പോലെ പൈസ കിട്ടുന്നുണ്ട്. ഇത് ഏത് രീതിയിൽ ഞാൻ പറയുന്നില്ല. 3 രീതിയിലാണ് ഈ വൃത്തികെട്ടവന് പൈസ ഉണ്ടാക്കുന്നത്. മറ്റേ ഉദ്ഘാടനം ചെയ്തിട്ടാക്കുന്നുണ്ട്, വേറെ മറ്റേ രീതിയിലാക്കുന്നുണ്ട്. ഇത് ഏത് രീതിയിൽ ഞാൻ പറയുന്നില്ല. ഓക്കെ, അപ്പോൾ പൈസക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാമെന്നാണ്. ഈ ലോകത്ത് എത്രയോ യുവാക്കള് ഗൾഫ് രാജ്യങ്ങളിൽ പോയി കഷ്ടപ്പെടുന്നുണ്ട്. ആഷിക്ക് കാണണം. അതായത് ഈ വൃത്തികെട്ടവൻ ജാസിയുടെ കൂടെ നടക്കുന്ന ആഷിക്ക് ഈ വൃത്തികെട്ടവൻ കേൾക്കാൻ വേണ്ടി പറയുകയാണ്, എത്രയോ ആൺകുട്ടികൾ, പാവപ്പെട്ട ആൺകുട്ടികൾ ഗൾഫ് രാജ്യങ്ങളിൽ പോയി പണിയെടുത്ത് ചാവുന്നുണ്ട്. അവർക്കും ഇങ്ങനെ പെണ്ണായി കഴിഞ്ഞാൽ പണിയൊന്നും എടുക്കണ്ട. അതായത് ഒരു കാര്യം പറയുമ്പോൾ, ഞാൻ നാളെ ഒരു പെണ്ണായി എന്ന് വെച്ചോ നിങ്ങൾ. അപ്പോൾ എനിക്ക് എങ്ങനെ, അതായത് എനിക്ക് ഇഷ്ടം പോലെ ഉദ്ഘാടനം കിട്ടും. എന്തിനാണ് ഉദ്ഘാടനം കിട്ടുന്നത്? ഞാൻ പോയി ഉദ്ഘാടനം ചെയ്താൽ ഫെയിം ആവും. കാരണം ഇപ്പോൾ ഒരു ആണ് പെണ്ണായിട്ട് പോയിട്ട് ഉദ്ഘാടനം ചെയ്യുമ്പോൾ അത് കുറേ പ്രേക്ഷകർ അതിനെ ഒന്നാമത് ആരെന്ന് കാണാൻ വേണ്ടി വരും. പിന്നെ അതിനെ റീൽസ് ക്രിയേറ്റ് ചെയ്യും, കുറേ പേര് അതിനെ ഷൂട്ട് ചെയ്യും. അങ്ങനെ ആകുമ്പോൾ ഇവരുടെ കമ്പനിയാണ്, ഇവരുടെ ഷോപ്പാണ് മുകളിൽ പോകുന്നത്. അതിനാണ് ഈ വൃത്തികെട്ട ജന്തുക്കളെ ഉദ്ഘാടനത്തിന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ തൽക്കാലം വേണ്ടി ചെയ്യുകയാണ്. അടുത്ത വീഡിയോ വരാം. ഓക്കെ, ബൈ.